ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇഡ്ഡലി അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിച്ചൊരു കുക്കർ സാമ്പാറാണ് ആക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം രണ്ടും നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കുക. കാലത്ത് കുതിർത്ത് വെച്ചാൽ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു തവി ചോറാണ് ഉപയോഗിക്കുന്നത്, സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചധികം പൊങ്ങിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതിൽ നമുക്ക് 12 ഇഡ്ഡലി ഒരു ടൈമിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ അച്ചിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടി കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ പുരട്ടി കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കൈ വെച്ചും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് അതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യത്തെ തട്ട് അതിൽ മുട്ടാൻ പാടില്ല, അതിനെ കുറച്ച് താഴെയായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പുതുതായി കുക്കിംഗ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയി പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കുക, ഒരുപാടങ്ങ് നിറഞ്ഞു പോകരുത്. അപ്പോൾ ഇഡ്ഡലി പൊങ്ങി വരുമ്പോഴേക്കും അതിനൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ തമ്മിലത് പോയി ഒട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയെന്ന് വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ കുക്കർ സാമ്പാർ നമ്മൾ ഇപ്രാവശ്യം ഇച്ചിരി തേങ്ങ അരച്ചിട്ടാണ് ആക്കുന്നത്. ഓക്കെ, സാധാരണ നമുക്ക് വെറുതെ തേങ്ങ അരക്കാണ്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് വരെ സെയിം ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് വറക്കുന്നൊന്നുമില്ല, തേങ്ങ വറുത്തരക്കലൊന്നുമില്ല, വെറുതെ പച്ചത്തേങ്ങ അരച്ചിട്ടാണ് നമ്മളാക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഫാമിലി കുറച്ചും കൂടി ഗ്രോ ആയിട്ടുണ്ട്. കുറേ പുതിയ കൂട്ടുകാർ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നല്ല റെസിപ്പീസ് തീർച്ചയായിട്ടും ഞാൻ ഇടാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡക്ഷനിലാണ് കേട്ടോ ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇൻഡക്ഷനിൽ വയ്ക്കുമ്പോൾ 13 മിനിറ്റ്സാണ് ടൈമർ വയ്ക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഏത് പണി സൈഡായി ചെയ്താലും അതങ്ങ് ആയിക്കോളും. ഇവിടെ സാമ്പാറിന് വേണ്ടി ഞാൻ വേറെ നമ്മൾ സാധാ സാമ്പാർ ചെയ്യുന്ന പോലെ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇടരുതില്ല. ജസ്റ്റ് ഉരുളക്കിഴങ്ങ്, സവാള, ഒരു തക്കാളി, ഇത്രയേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഒരു പച്ചമുളകും ഇടാം, അത്രയേ ഉള്ളൂ. നമ്മളിതിൽ വെണ്ടയ്ക്ക അല്ലെങ്കിൽ വെള്ളരിക്ക അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഈ സിമ്പിൾ ഇത് വെച്ചിട്ടാണ് നമ്മളാക്കുക. അപ്പോൾ ആണ് ഇഡ്ഡലിക്കുള്ള പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഓക്കെ, മറ്റേ സാമ്പാർ നമ്മൾ ചോറിന് വേണ്ടി ആക്കുന്ന വറുത്തരച്ചിട്ടോ അല്ലാണ്ടും ഉള്ള റെസിപ്പി നമ്മളെ ചാനലിലുണ്ട്. പലതരത്തിലും സാമ്പാറാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇഡ്ഡലിക്കായിട്ട് സ്പെഷ്യലായിട്ട് ആക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് പൊട്ടറ്റോ ഇതുപോലെ മുറിച്ചെടുക്കുക. ചെറിയ ക്യൂബ്സായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ തക്കാളിയും സവാളയും മുറിച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ബീൻസ് ഇടാം കേട്ടോ, അത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മതി, ഞാനതൊന്നും ഇടുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലാണ് കേട്ടോ. നമ്മൾ ഈ സാമ്പാറിൽ മല്ലിയില ഇടും, അപ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് എൻഹാൻസ് ആവും. അതുപോലെ ഒരു ചെറിയൊരു വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതും അതിൻ്റെ ടേസ്റ്റിന് ഒരു കൂടുതൽ ഇത് എൻഹാൻസ് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. വളരെ കുറവ് പരിപ്പ് മതി, ഇതാ ഇത്ര പരിപ്പേ ആവശ്യമുള്ളൂ. ചെറിയൊരു പിടി പരിപ്പ് മതി. അത് നന്നായി കഴുകിയിട്ട് നമ്മളിപ്പോൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നിച്ചങ്ങ് വേവിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി മല്ലിയില ഇപ്പോൾ ഇടുന്നുണ്ട്, ബാക്കി നമ്മൾ ലാസ്റ്റിൽ ഇട്ടാൽ മതി. ഇത് മുങ്ങേ വെള്ളം ഒഴിച്ച് കൊടുക്കുക, നമ്മൾ ആവശ്യത്തിനനുസരിച്ച്, ഗ്രേവിക്ക് അനുസരിച്ച്. ഇഡ്ഡലിക്കാകുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കാം കേട്ടോ, ഞാൻ ജസ്റ്റ് കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കല്ലുപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കായ ഇടുക, ഒരു ചെറിയൊരു ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഞാൻ ഇതിലേക്ക് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ട്, ഒരു പിഞ്ച് ഇടുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ലാസ്റ്റിൽ താളിപ്പിൻ്റെ ഒന്നിച്ചിട്ടാലും മതി. ഓക്കെ, ഓപ്ഷനിലാണ്. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് മുളക് പൊടി ഒരു 1/2 to 1/4 ടീസ്പൂൺ, അര മതി, ഇത് കശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ ഒരു 2 to 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു
വലിയ ടീസ്പൂൺ സാമ്പാർ പൊടി, ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ കുക്കർ സാമ്പാറൊക്കെ ആക്കുമ്പോൾ നമ്മുടെ പൊടികൾ എപ്പോഴും ചൂടാക്കിയിട്ടിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ വെറുതെ ആ വെള്ളത്തിലേക്ക് ഇട്ടാൽ സാമ്പാർ ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നല്ലൊരു മണം വരും. ആ സമയത്ത് വേണം നമ്മൾ ഈ കുക്കറിലെ കഷ്ണങ്ങളിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാൻ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞ് സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളെല്ലാം മതി. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് കുക്കർ ജസ്റ്റ് ഒരു 2 വിസിൽ മതി കേട്ടോ. 2 വിസിലൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. ആ സമയത്തേക്കും നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് എടുക്കുമ്പോൾ നമ്മളിതുപോലെ ഒരു ചെറിയൊരു ഷാർപ്പ് എഡ്ജിൽ എന്തെങ്കിലും ഒരു സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം, നമ്മൾ ചൂടോടെ എടുക്കുന്നെങ്കിൽ എപ്പോഴും വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ അടത്തിയെടുക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഞാൻ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്. അറിയാലോ, ഒരു 1/4 മുറി തേങ്ങയിലും കുറവ് മതി. ഇച്ചിരി തേങ്ങ എടുത്തിട്ട് വെറുതെ നമ്മൾ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മളതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, തേങ്ങ പച്ചയ്ക്ക് അരച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ കഷ്ണം ഈ സമയത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. എന്താ പരിപ്പും ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ അതിലേക്കൊന്ന് മിക്സായി നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് വരിക. ഓക്കെ, നമ്മൾ സാമ്പാർ ഒത്തിരി തിക്കല്ല, ബട്ട് മീഡിയം തിക്നെസ്സിലായിരിക്കും. എന്നാൽ അത് ഒത്തിരി വാട്ടറി ആയിരിക്കില്ല. നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിരിക്കും. അതുപോലെ കഷ്ണങ്ങൾ നമുക്ക് വേറെ അധികം കഷ്ണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് അതിൽ യോജിച്ച് വരും. ഇനി ഈ നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ അരപ്പ് ഇടുന്നില്ലെങ്കിൽ ഇപ്പം മുന്നേ കാണിച്ച സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് നിങ്ങൾക്ക് താളിപ്പിടാം. അത് നല്ല ടേസ്റ്റിയാണ്. ഇച്ചിരിയും കൂടി ഒരു ഡിഫറെൻറ്റ് ലെവലിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. സമയമുള്ള ദിവസമാണെങ്കിൽ ഒന്ന് ഒരു പച്ചത്തേങ്ങ ഇച്ചിരി അരച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പും ലാസ്റ്റിൽ വേണം മല്ലിയില ഇട്ട് കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക. ആ അരപ്പ് ഒന്ന് തിളച്ച് വരണം. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടി. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, നല്ല കളറൊക്കെ വന്ന സാമ്പാറാണ്. ഇതാരും പറയില്ല നമ്മൾ ഇത്ര എളുപ്പത്തിലാക്കിയാണെന്ന്. ഇവിടെ ഒരു ഗസ്റ്റ് വരുമ്പോൾ പോലും നമുക്ക് പെട്ടെന്നാക്കണമെങ്കിൽ അങ്ങനെ ഇതാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് സാധാരണ പോലെ താളിപ്പിട്ട് കൊടുക്കുക. ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1 to 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതിനകത്തേക്ക് കടുകിട്ട് വറ്റൽമുളകിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കുക. ഞാൻ വറുത്ത് പൊടിച്ച ഉലുവ ആയതുകൊണ്ടാണ് ഫസ്റ്റിൽ തന്നെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മുടെ നല്ല സാമ്പാർ റെഡിയാണ്. ഇഡ്ഡലിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലെ തന്നെ ആക്കണം കേട്ടോ. ഇത് പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ആക്കുക. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടാണ്ടിരിക്കുക. അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് സെർവ് ചെയ്താലോ. അപ്പോൾ ഇതുപോലെ തന്നെ ട്രഡീഷണലായിട്ടുള്ള നമ്മൾ വീട്ടിൽ എന്നും ആക്കുന്ന ചില പലഹാരങ്ങളുണ്ടാവും. പക്ഷേ ഓരോ വീട്ടിലും നമ്മൾ ഡിഫറെൻറ്റ് വേയിലാക്കുക അല്ലേ. അപ്പോൾ നമുക്ക് മറ്റുള്ള വേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ നല്ലതല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക്